ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ഓപ്ഷൻ സി ധോളവിരയാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഒന്ന് രണ്ട് എന്നിവയാണ്. ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് 1, 2 എന്നിവ. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബസന്റ് ആണ്. പാഞ്ചാലി ശപഥം എഴുതിയത് സുബ്രഹ്മണ്യ ഭാരതി. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? സ്വാഭിമാന പ്രസ്ഥാനം ഓപ്ഷൻ ഡി EV രാമസ്വാമി നായ്ക്കർ ആണ്. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പാക്കിയ സംസ്ഥാനം ഓപ്ഷൻ ബി തെലങ്കാന. 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? 1, 4. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി. കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് രാമനമ്പിയാണ്. 2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ സംഘടന നിഹോൺ ഹിഡാൻക്യു ആണ് കേട്ടോ. 2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ സംഘടനയാണ് ഓപ്ഷൻ എ നിഹോൺ ഹിഡാൻക്യു. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ഓപ്ഷൻ ബി കാരിച്ചാൽ ചുണ്ടനാണ് 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ മത്സര വിജയി. ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി. ബാക്കിയെല്ലാം തെറ്റാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ ചോദിച്ചാൽ ഏതെല്ലാമാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ ദർശനമാല, ദൈവദശകം, ശിവശതകം, നവമഞ്ജരി എന്നിവയാണ്. ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ചോദിച്ചാൽ ഏതൊക്കെയാണ്? പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം. വൈകുണ്ഠ സ്വാമികളുടെ കൃതികൾ ചോദിച്ചാൽ അരുൾനൂൽ, അഖിലത്തിരുട്ട് എന്നിവയാണ്. 2025 പ്രഥമ ഖോഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ചോദിച്ചാൽ ഇന്ത്യയാണ്. ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണല്ലേ നടക്കാൻ വേണ്ടി പോകുന്നത്. 2025 പ്രഥമ ഖോഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യമാണ് ഇന്ത്യ. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും. ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്ഥാപിതമായ വർഷം 2010. ഓപ്ഷൻ സി 2010 ആണ്. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം കേരളം. ലഞ്ച് ബെൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം. കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അല്ലേ. താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഫ്യൂഡൽ നികുതി നൽകുക എന്നതാണ് കേട്ടോ. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? ഓപ്ഷൻ ഡി നവമഞ്ജരി. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് ചോദിച്ചാൽ ഓപ്ഷൻ ബി സുകുമാർ സെൻ. അന്യായമായി തടങ്കലിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഓപ്ഷൻ ബി ആനന്ദമഠം. താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്നതാണ്. ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത്? ഓപ്ഷൻ ഡി നമച്ച ബർവയാണ്. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ചോദിച്ചാൽ ഓപ്ഷൻ സി കരേവയാണ്. ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം? ഓപ്ഷൻ സി റാറ്റ് ഹോൾ മൈനിങ് ആണ്. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയിരിക്കാം കേട്ടോ. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഓക്സ്ബോ തടാകങ്ങൾ. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? രാമനാട്ടം. ഓപ്ഷൻ സി രാമനാട്ടമാണ്. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ ഡി മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ. തെക്കേ അറ്റത്തുള്ള നദി ചോദിച്ചാൽ നെയ്യാറാണ്. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ എ ചിങ്ങം 1 കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം? ഓപ്ഷൻ ബി നാഫ്ത. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം? ഓപ്ഷൻ ബി നീണ്ടകരയാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായത് ഏതാണ്? 1, 2 എന്നിവയാണ്. കേരള പോലീസിന്റെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? തിരുവനന്തപുരമാണ്. കേരള പോലീസിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. അപ്പോൾ 1, 2 എന്നിവ മാത്രമാണ് കേട്ടോ ശരിയായിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് 1, 2, 4. 1 ബക്രാനങ്കൽ സത്ലജ് നദിയിലാണ്. ഹിരാക്കുഡ് മഹാനദിയിലാണ്. സർദാർ സരോവർ നർമ്മദ നദിയിലാണ്. തെഹരി ഡാം ഏതിലാണ്? ഭഗീരഥി നദിയിലാണ് കേട്ടോ.
വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഏതൊക്കെയാണ് ശരി? കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ പരിഷ്കർത്താക്കളും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാഗ്ഭടാനന്ദന്റെ ജനനം എവിടെയായിരുന്നു? തലശ്ശേരിക്ക് അടുത്തുള്ള പാട്യത്താണ് അല്ലേ. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. 1, 2, 3 എന്നിവയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്ന് ചോദിച്ചാൽ 1, 2, 3 എന്നിവയാണ്. 1, 2, 3 ഓപ്ഷൻ എ ആണ്. സവർണജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്. സവർണജാഥ നയിച്ചിട്ടുള്ളത് മന്നത്ത് പത്മനാഭനാണ്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. എന്തായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം? സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നിട്ടുള്ളതാണ് വൈക്കം സത്യാഗ്രഹം. അപ്പോൾ ഓപ്ഷൻ 4 എന്താണ്? തെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ 1, 2, 3 എന്നിവയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. VT ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നതാണ്. തിരുവിതാംകൂറിന്റെ ചാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? അക്കാമ ചെറിയാൻ. തിരുവിതാംകൂറിന്റെ ചാൻസി റാണി PSCയിൽ ഒരുപാട് തവണ റിപ്പീറ്റഡ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ KB മേനോൻ? ഓപ്ഷൻ എ കീഴറിയൂർ ബോംബ് കേസ്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ ബി കൂട്ടാണ് കേട്ടോ. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതിയാണ് കൂട്ട്. മഹാകവി G ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരുവാണ്. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തതേത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി 4 മാത്രമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. 2, 3 എന്നിവയാണ് കേട്ടോ. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. കേരള മീഡിയ അക്കാദമിയുടെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? അത് കാക്കനാട്, കൊച്ചിയിലാണ് കേട്ടോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് കൊടുത്തിട്ടുള്ളത്. കേരള ലളിതകലാ അക്കാദമിയുടെ ഹെഡ്ക്വാർട്ടർ ചോദിച്ചാൽ, ആസ്ഥാനം ചോദിച്ചാൽ തൃശ്ശൂരാണ്. മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് തെറ്റായ ജോഡി? ഓപ്ഷൻ എ 1 മാത്രമാണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് മനിലയാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ചോദിച്ചാൽ ഓപ്ഷൻ സി അബ്ദുൽ കലാം ആസാദ്. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ്? ഓപ്ഷൻ ഡി വേമ്പനാട്ടു കായൽ. ഏതൊക്കെ ജില്ലകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായിട്ടാണ് വേമ്പനാട്ടു കായൽ വ്യാപിച്ചു കിടക്കുന്നത്. SCERTയിൽ കൃത്യമായിട്ട് ഇതെല്ലാം പറയുന്നുണ്ട്, ഓർത്തിരിക്കണം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായിട്ടാണ് വേമ്പനാട്ടു കായൽ വ്യാപിച്ചു കിടക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ടു കായൽ. കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ചോദിച്ചാൽ ഏതാണ്? ബുദ്ധമയൂരിയാണ്. കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭമാണ് ബുദ്ധമയൂരി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണുള്ളത്. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. ഇതിൽ തന്നിട്ടുള്ളത് ഓപ്ഷൻ എ കബനിയാണ്. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ചോദിച്ചാൽ ഓപ്ഷൻ ഡി PR ശ്രീജേഷ് ആണ്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ചോദിച്ചാൽ ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഓപ്ഷൻ സി വരയാട്. നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ ഡി ഉത്തർപ്രദേശാണ്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് നമ്മൾ പഠിച്ചതാണ് കറണ്ട് അഫയേഴ്സിൽ. കസാൻ, റഷ്യയിലെ കസാനിൽ വെച്ചിട്ടാണ് 2024 ബ്രിക്സ് ഉച്ചകോടി നടന്നിട്ടുള്ളത്. ഗുർ, ഗണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി പഞ്ചസാര വ്യവസായം. ഉരുക്കു നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഓപ്ഷൻ ബി മധ്യപ്രദേശാണ്. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ഓപ്ഷൻ എ ആഗോള സുസ്ഥിര വികസനം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക എന്നതാണ്. ഇത് വളരെ സിമ്പിളാണ്. ആ ഒരു ഓർഡർ അറിയെങ്കിൽ. റൈറ്റ് ടു ഈക്വാളിറ്റി ഫസ്റ്റ് വരുന്നത് റൈറ്റ് ടു ഈക്വാളിറ്റി ആണ്, സമത്വത്തിനുള്ള അവകാശമാണ്. അപ്പോൾ 14 മുതൽ 18 വരെയുള്ള വകുപ്പുകളാണ് റൈറ്റ് ടു ഈക്വാളിറ്റി. റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വരുന്നത് എത്ര മുതലാണ്?
19 മുതൽ 22 വരെയാണ്. 19 മുതൽ 22 വരെയാണ്. നെക്സ്റ്റ് റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് എഗെയിൻ എക്സ്പ്ലോയിറ്റേഷൻ ആണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ്. അപ്പോൾ 23 മുതൽ 24 വരെയുള്ള വകുപ്പുകളാണ്. ഇനി റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ വരുന്നത് 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളാണ്. ഓപ്ഷൻ എ ആണ് കേട്ടോ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യ. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഓപ്ഷൻ ഡി ഇവയെല്ലാമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ രാഷ്ട്രപതിയാണ്. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് എന്നതാണ്. 1, 2 എന്നിവയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. 2025 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. വിരമിക്കൽ പ്രായം ചോദിച്ചാൽ എത്രയാണ്? 70 വയസ്സല്ല, 65 വയസ്സ് അല്ലെങ്കിൽ 3 വർഷമാണ്. 65 വയസ്സ് അല്ലെങ്കിൽ 3 വർഷമാണ് കേട്ടോ. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ചോദിച്ചാൽ ഓപ്ഷൻ സി ഫ്ലൂറിൻ ആണ്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ആണ്. ഓപ്ഷൻ ബി അൽനിക്കോയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ചോദിച്ചാൽ ഓപ്ഷൻ സി ബേക്കലൈറ്റ് ആണ്. പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? പ്രോട്ടോണിന് പേര് നൽകിയിട്ടുള്ളത് ഏണസ്റ്റ് റുദർഫോർഡ്. LPGയിലെ മുഖ്യ ഘടകമാണ് ബ്യൂട്ടേൻ ആണ്. സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഓപ്ഷൻ ഡി അണ്ടമുണ്ടാകുന്നു എന്നതാണ്. എക്സിറ്റു കൺസർവേഷന് ഉദാഹരണം ചോദിച്ചാൽ ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ബൊട്ടാണിക്കൽ ഗാർഡനുകളാണ്. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ഗോൾജി കോംപ്ലക്സ്. താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഗ്ലോബുലിൻ ആണ്. തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. പ്രവേഗമാറ്റത്തിന്റെ നിരക്ക് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ത്വരണമാണ്. ബലത്തിന്റെ യൂണിറ്റ് ഓപ്ഷൻ ബി ന്യൂട്ടൺ ആണ്. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് അറ്റോമിക് റിയാക്ടറുകളാണ്. കടലിന്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ്? ഓപ്ഷൻ എ അൾട്രാസോണിക് ആണ്. തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കുറവായിരിക്കും എന്നതാണ്. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസ് ആണ്. എയ്ഡ്സ്, നിപ്പ എന്നിവ വൈറസ് രോഗങ്ങളാണ്. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. ഡിഫ്തീരിയ എന്നത് ഒരു ബാക്ടീരിയ രോഗമാണ്. മലമ്പനി പ്രോട്ടോസോവ രോഗമാണ്. ഇത് തെറ്റാണ്. ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ എന്നിവയ്ക്ക് കാരണം ബാക്ടീരിയ ആണ്. അത് തെറ്റാണ് കേട്ടോ. അപ്പോൾ 1, 2 ശരിയാണ്, 3, 4 തെറ്റാണ്. ക്യൂണിക്കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യൂണിക്കൾച്ചർ മുയൽ വളർത്തലാണ്. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ചോദിച്ചാൽ ഏതാണ്? തെന്നി നീങ്ങുന്ന സന്ധിയാണ്. സിനാപ്സ് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ പേശീകോശത്തിനും ന്യൂറോണിനുമിടയിൽ കാണുന്നു, 2 ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു എന്നതാണ് കേട്ടോ. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്.